എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റുള്ളതായിട്ടുള്ള ഒരു വിഭവമാണ്. അത് സ്നാക്സ് എന്നോ പലഹാരമെന്നോ എന്ത് വേണേലും നമുക്കതിനെ പറയാം. 4 നേരവും കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നതും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നാലും നമുക്കും നമ്മളൊന്നും ചേർക്കുന്നില്ല, വെറും റവയും പാലും കൊണ്ടാണ്. അതിന് വേണ്ട സാധനങ്ങൾ: അതിന് വേണ്ടി 1 കപ്പ് റവയാണ്. വറുത്ത റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. വറുത്ത റവ അല്ലാത്ത റവ ആണേലും എടുക്കാവേ. ഈ 1 കപ്പ് റവ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇടുവാണേ. അതിനൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ അത് ഇട്ട് കൊടുക്കുവാണേ. ഇത് നമ്മളൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതിന് 1 കപ്പ് പാലുണ്ട്, അതും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് ഇതിൽ കൂടെ അല്ല, ഇതാദ്യമേ നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് വരാവേ. പഞ്ചസാരയും റവയും നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. എടുത്തു കഴിഞ്ഞിട്ട് പാൽ ഒഴിച്ചടിക്കാവുള്ളൂ. പഞ്ചസാരയും റവയും നമ്മൾ അടിച്ചെടുത്ത് ഒരു പൊടി പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ച 1 കപ്പ് പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇതിൽ ഇങ്ങനെ ജാറിൽ കൊള്ളത്തില്ലെങ്കിൽ 2ആയിട്ടാണേലും പൊടിയെടുത്ത് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ അളവാണ്. വേണ്ടവർക്ക് പഞ്ചസാര കൂട്ടിയിടാം, കുറച്ചുകൂടാം. ഇത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് അരച്ച് വരുമ്പോൾ വേണേൽ ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം 1 കപ്പിലെ. നമുക്ക് ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാവേ. പിന്നെ പഞ്ചസാര ഈ സമയത്ത് നോക്കണം. മധുരം വേണ്ടവർക്ക് മധുരം ഇടാം, മധുരം കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. ഞാനിവിടെ എടുത്തതാണ് നിങ്ങളെ കാണിച്ചേക്കുന്നത്. ഇത് ഇതിലാണ്. ഇത് ഒത്തിരി കുറുകി വരുക. പാല് തികയാത്തവരാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ പാൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഈ സമയത്ത് ഇതിലോട്ട് നമുക്ക് ഏലക്ക പൊടിച്ച് വെച്ചത് ഇച്ചിരി ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഈ ഇതിലിരിക്കണേ. ഇനി ഇതിലും കട്ടയായിട്ടാണ് നിങ്ങൾ അരച്ചെടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഇച്ചിരി പാലോ വെള്ളമോ അതിൽ ചേർക്കാം. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് അപ്പച്ചമ്പിൽ ഒരു പ്ലേറ്റ് വെച്ച് നെയ്യ് തൂത്ത് അതിലൊഴിച്ച് വേവിച്ചെടുക്കാവേ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്കായിട്ടോ വൈകിട്ടത്തെയോ ഏത് സമയം വേണേലും കഴിക്കാവുന്ന ഒരു ഹെൽത്തി ഇതാണ്. ഇത് നമുക്ക് അടച്ച് വെക്കാം. ഇത് മതിയേ. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 10 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെക്കാവേ. വേറെ ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. പാലും പഞ്ചസാരയും പിന്നെ റവയും. നമ്മളതേ മാവ് ഈ പരുവായ ഇത് നമ്മൾ പുളിക്കാനൊന്നും വെച്ചതല്ല. റവയൊക്കെ ഈ പാലുമായിട്ടൊന്ന് കുതിരാൻ, നമ്മൾ പൊടിച്ച് വെച്ചതൊന്ന് കുതിരണമല്ലോ, അതിന് വേണ്ടിയാണ് 10 മിനിറ്റ് വെച്ചത്. ഇത് ഈ സമയത്ത് നമുക്ക് വെള്ളം ഭയങ്കര തിക്കായിട്ടായിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളമോ പാലോ ഒഴിച്ച് കൊടുത്ത് ഇളക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒഴിക്കാവേ. ആ പ്ലേറ്റിൽ നമ്മൾ നെയ്യ് മാത്രം തൂത്ത് വെച്ചിട്ടേ ഉള്ളേ. അതിലോട്ട് നമുക്ക് ഒഴിച്ചിട്ട് അപ്പച്ചെമ്പ് ചൂടാകാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പച്ചെമ്പിൽ ഈ പ്ലേറ്റ് ഇറക്കി വെക്കാം. നമുക്ക് തട്ടില്ലാത്തതുകൊണ്ടേ ഇത് നമുക്ക് അതിലോട്ട് ഒഴിക്കാം. ആ മാവ് ആ സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യ് തൂത്ത് ഒഴിച്ച് അപ്പച്ചെമ്പിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ വേഗണേ ഇരുന്നിട്ട്. എന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. 15 മിനിറ്റായി നമ്മളിത് അടുപ്പേ വെച്ചിട്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. എന്തോന്ന് നോക്കട്ടെ. ചെറിയ തീയാണ് കൊടുത്തേക്കുന്നത്. വെന്തിട്ടുണ്ട്. ഇതൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തുറന്ന് തണുക്കാൻ വെക്കാവേ. സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മുടെ റവയും പാലും കൊണ്ടുള്ള വട്ടയപ്പം പോലത്തെ അത് ശരിയായി. വട്ടയപ്പം അല്ല, കാരണം ഇതിന് ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും നമ്മൾ ചേർത്തിട്ടുമില്ല, പുളിക്കാനും വെച്ചില്ല. ഉടനെ ചെയ്യുമായിരുന്നു. റവയൊന്ന് കുതിരാൻ മാത്രം നമ്മൾ 10 മിനിറ്റ് വെച്ചേ ഉള്ളൂ. ഇത് നമുക്കിനി ഒരു ചപ്പാത്തി പലകയിലോട്ടിട്ട് മറിച്ചിടാവേ. സൈഡൊക്കെ നല്ല വിട്ട് വരുന്നുണ്ട്. നമുക്ക് നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതൊന്ന് തേലോട്ട് മറിക്കാവേ. ഇങ്ങനെ വെച്ചിട്ട് മറിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ റവയും പാലും കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇത് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലാണ് നമ്മളിത് എടുത്തേക്കുന്നത്. കണ്ടോ നല്ല ഇത് ഏത് ആകൃതി വേണേലും മുറിച്ചെടുക്കാം. ഇത് നമുക്ക് മുറിച്ച് ഒരു പ്ലേറ്റിലേക്ക് ആക്കാം. നല്ല സോഫ്റ്റ് ഇതുമായിട്ടുള്ളത്, നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല. കണ്ടോ, ഇനി ഇത് മുറിച്ചെടുക്കാം. ഏത് ആകൃതി വേണേലും മുറിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം.
എല്ലാവർക്കും ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല സോഫ്റ്റും ഇതുമായിട്ടാണ്. എണ്ണയും നമ്മൾ ചേർത്തിട്ടില്ല, തേങ്ങായും ഒന്നും ചേർത്തിട്ടില്ല. കണ്ടോ, മുറിച്ചെടുത്ത ഓരോ പീസുകളും അതെ കണ്ടോ, നല്ല കനം കുറഞ്ഞ് കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇഷ്ടമാകുമേ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എന്നെ ഇതുവരെ എത്തിച്ചവർക്കും പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.